കർണാടക ബി.ജെ.പിയിൽ മഞ്ഞുരുകുന്നു. സദാനന്ദ ഗൌഡയ്ക്ക് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ മായഞ്ഞു. ബെൽഗാം സീറ്റിൽ ജഗദീഷ് ഷെട്ടാർ മത്സരിക്കും. ഇടഞ്ഞു നിൽക്കുന്ന കെ.എസ്. ഈശ്വരപ്പ ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. മനേഷ് മൂർത്തി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അങ്ങനെ ഇടഞ്ഞു നിന്ന നേതാക്കളൊക്കെ കർണാടകയിൽ അയയുന്നു. പക്ഷേ കെ.എസ്. ഈശ്വരപ്പ ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അയക്കുമെന്ന് തന്നെയാണല്ലോ വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, മനേഷ്? ഉന്മേഷ, 3 മുതിർന്ന നേതാക്കളാണ് കർണാടകയിൽ ഇടഞ്ഞു നിന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കർണാടകയിൽ ഇടഞ്ഞു നിന്നിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിയും ഒക്കെയായിരുന്നു ഇടഞ്ഞു നിന്നിരുന്നത്. എന്തായാലും അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ സദാനന്ദ ഗൌഡ എന്തായാലും തിരിച്ച് പാർട്ടിയിലേക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് പോകില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇവിടെ ജഗദീഷ് ഷെട്ടാറിന് സംഭവിച്ചത് ആഗ്രഹിച്ച സീറ്റ് അല്ലെങ്കിൽ ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ല എന്നുള്ളതായിരുന്നു ജഗദീഷ് ഷെട്ടാറിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധത്തിനിടയാക്കിയ കാരണം അതായിരുന്നു. എന്തായാലും അദ്ദേഹത്തെയും ഇപ്പോൾ അനുനയിപ്പിച്ച് ബലഗാവിയിൽ തന്നെ മത്സരിപ്പിക്കാമെന്നുള്ളൊരു കാര്യം എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കെ.എസ്. ഈശ്വരപ്പയിലേക്ക് വന്നാൽ ഈശ്വരപ്പ എന്തായാലും ഇടഞ്ഞു തന്നെയാണ്. ഒരു കാരണവശാലും നേതൃത്വവുമായി എന്തായാലും കോംപ്രമൈസിനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ശിവമോഗയിൽ, അതായത് വി.എസ്. യെദ്യൂരപ്പയുടെ മകൻ വി.വൈ. രാഘവേന്ദ്ര മത്സരിക്കുന്ന ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അവിടെ വിജയിക്കുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് എന്തായാലും കെ.എസ്. ഈശ്വരപ്പ ഉള്ളത്. ഒരു പരിധിവരെ ബി.ജെ.പിയെ സംബന്ധിച്ച് 2 നേതാക്കളെ അനുനയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ 3 നേതാക്കൾ ഇടഞ്ഞു നിന്നിരുന്നതിൽ 2 നേതാക്കളെ തിരിച്ച് പാളയത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാവുന്നത്. പക്ഷേ കെ.എസ്. ഈശ്വരപ്പയെ സംബന്ധിച്ച് മുതിർന്ന നേതാവാണ്, നിരവധി അണികളുള്ള നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഉന്മേഷ്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.